ഹലോ, അപ്പോൾ ഇന്ന് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു യൂട്യൂബ് ക്രിയേറ്റേഴ്സ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. WCC വി ക്രിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു യൂട്യൂബ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ്. അപ്പോൾ ഞങ്ങളുടെ മീറ്റപ്പ് ഉണ്ട് കേട്ടോ, വയനാട് 900 കണ്ടിയിൽ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ പോകുമ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചുരമൊക്കെ കയറാനുള്ളതില്ലേ, വണ്ടി ചെക്ക് ചെയ്യാൻ കേട്ടോ. അപ്പോൾ അതിൽ കുറച്ച് ഓയിൽ കുറവുണ്ടായിരുന്നു, അതൊക്കെ നിറച്ചു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുമ്പോൾ മെയിനായിട്ട് ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, വണ്ടി നമുക്ക് ഓടാനുള്ള വണ്ടി എന്തായാലും നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ മെഡിസിനും കാര്യങ്ങളും, കുട്ടികൾക്കുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ നമ്മൾ പനി, വയറുവേദന, ചെവി വേദന, അതുപോലെ മൂക്കിലൊറ്റിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കും കേട്ടോ. നമുക്ക് യാത്ര നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പോകുമ്പോൾ പിന്നെ അവിടെ എത്തിയൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. അതുപോലെ ഫുഡ് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഫുഡ് മിക്കവാറും രാവിലത്തെ, ഉച്ചക്കത്തെ, രാത്രിക്കത്തേക്ക് ആയാലും നമ്മളിപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ രാത്രിക്കത്തെ ഫുഡ് ഞങ്ങൾക്ക് അവിടെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പോവുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. പിന്നെ അങ്ങോട്ട് പോരുമ്പോൾ ഉള്ള ഫുഡ് മാത്രമേ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുള്ളൂ. കാരണം നമുക്ക് വല്ല ഫുഡിൻ്റെ വല്ല പോയിസൺ ഇൻഫെക്ഷനോ വന്നു കഴിഞ്ഞാൽ നമ്മളെ യാത്രയെ കൊള്ളാവും. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചുരത്തുമ്പോൾ ഇരുന്നാണ്ട് ഫുഡ് കഴിക്കണ സമയത്ത് ഫുഡൊക്കെ ഏകദേശം കഴിയാനായ സമയത്ത് കുരങ്ങന്മാർ വന്നുകാണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ഫുഡൊക്കെ തട്ടിപ്പറിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്നത് ഏകദേശം കഴിയാനായിരുന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം പിന്നെ നമ്മൾ ബാലൻസ് ഉണ്ടായിരുന്നത് കുരങ്ങന്മാർക്ക് തന്നെ ഒരു പ്ലേറ്റിലിട്ട് കൊടുത്തു. അങ്ങനെ പോകുമ്പോൾ നല്ല നല്ല ഭംഗിയുള്ള സ്ഥലങ്ങൾ കേട്ടോ. ഇതാണ് യാത്രയുടെ മെയിൻ പ്രത്യേകത. നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോകുമ്പോൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് സ്ഥലത്തൊക്കെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ നിർത്തി കണ്ട് ആസ്വദിച്ചൊക്കെ പോവാം. അപ്പോൾ ഇവിടെയൊക്കെ നല്ല കോടയൊക്കെ ഇറങ്ങി എന്തൊരു ഭംഗിയായിരുന്നു അറിയാം. ഞങ്ങൾ പോണ സമയത്ത് നല്ല ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ട് കേട്ടോ ഞങ്ങൾ യാത്ര ചെയ്തത്. പൊതുവേ ടൂറിസ്റ്റ് ബസ്സിലും കാര്യങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ വന്ന് ഇറങ്ങി കാണാൻ പറ്റാറില്ല. ഒരു പോക്ക് അങ്ങനെ പോകും. നേരെ മറിച്ച് നമ്മൾ നമ്മുടെ വണ്ടികളിലോ അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതുപോലെയൊക്കെ ഇങ്ങനെ ഇറങ്ങി കാണാം ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ. അങ്ങനെ ഇവിടെ നല്ല ഭംഗിയുള്ള കോടയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ എല്ലാവരും ഇറങ്ങി കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങളും ഇറങ്ങിയതാട്ടോ. ഇറങ്ങിയത് എന്തായാലും മുതലായി, അടിപൊളി വൈബായിരുന്നു കേട്ടോ. ശരിക്കും വീഡിയോസിലൊന്നും അതിൻ്റെ ഒരു ഭംഗി കിട്ടണില്ല. അത് ശരിക്കും അവിടെ ഇറങ്ങി നമ്മൾ കണ്ട് ആസ്വദിക്കാൻ വേണം. അങ്ങനെ നമ്മൾ വയനാട് എത്തിയിട്ടുണ്ട്. വയനാടിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നല്ല അടിപൊളി തേയിലത്തോട്ടം, പച്ചപ്പും, പ്രകൃതി രമണീയമായ അടിപൊളി സ്ഥലമാണല്ലോ. പിന്നെ നമ്മുടെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ പിന്നെ ഓഫ് റോഡാണ് കേട്ടോ. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്യാൻ വണ്ടി കൊണ്ടുപോവാണ്, നമ്മുടെ വണ്ടി ബാക്കിൽ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഓഫ് റോഡ് കയറാൻ തുടങ്ങിയിട്ടുണ്ട്. അത് അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. ആദ്യമായിട്ടാണ് ഞാനൊരു ഓഫ് റോഡ് ട്രക്ക് യാത്ര ചെയ്യുന്നത്. പിന്നെ അങ്ങനെ നമ്മൾ എത്തിയപ്പോഴേക്കും രാത്രിയായിട്ടോ. രാത്രിയായപ്പോൾ പിന്നെ ലൈറ്റും കാര്യങ്ങളും നല്ല അടിപൊളിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ആദ്യം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എന്നാൽ നല്ല അടിപൊളി റിസോർട്ടും അവിടെ നമ്മൾ അന്വേഷിച്ചപ്പോൾ 900 വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അടിപൊളി റിസോർട്ടാട്ടോ എല്ലാവരും സജസ്റ്റ് ചെയ്ത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി. ഏതായാലും വെറുതെ ഇല്ല, അവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് സ്നാക്സും ചായയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ ചായയൊക്കെ കുടിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇതുപോലുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ. നല്ല രസമായിരുന്നു. എന്തായാലും ഇവിടെ എടുത്തത് ഏതായാലും നല്ലതായി ഞങ്ങൾക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നല്ല വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാടിൻ്റെ നടുവിൽ ഒരു അടിപൊളി റിസോർട്ടാട്ടോ. നല്ല ഗ്യാങ് ഫയർ, ആ തണുപ്പിൽ, ആ ഒരു കാടിൻ്റെ തണുപ്പിലും പിന്നെ മഴക്കാലം കൂടി ആയപ്പോൾ മഞ്ഞും അതിൻ്റെ ഇടയിൽ ഈ ഒരു ഗ്യാങ് ഫയറും പിന്നെ അതിൻ്റെ ചുറ്റു കുട്ടികളൊക്കെ ഉള്ള കളിയും കാര്യങ്ങളും. പിന്നെ നമ്മൾ ഓരോരുത്തരായി പരിചയപ്പെടാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. ഞാൻ എന്നെ പരിചയപ്പെടുത്തൊക്കെ കേട്ടോ, ഓരോരുത്തരായിട്ട് അങ്ങനെ പരിചയപ്പെടുകയാണ്. ഇതുപോലൊരു വൈബ് എൻ്റെ ഓർമ്മയിൽ ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അത്രയും മനോഹരമായിരുന്നു, അത്രയും രസമായിരുന്നു കേട്ടോ. കണ്ടോ ഓരോരുത്തരൊക്കെ തണുത്തിട്ട് ഇങ്ങനെ, അപ്പോൾ ആ തണുപ്പിൻ്റെ അടിയിൽ ഇതുപോലെ തീയൊക്കെ ഇങ്ങനെ കായുമ്പോൾ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അതിൻ്റെ ഒരു അടിപൊളി വൈബ്. അങ്ങനെ നമ്മൾ ഒരുപാട് നേരം അതിൻ്റെ തീ കാഞ്ഞുകൊണ്ട് അങ്ങനെ ഇരുന്നു കേട്ടോ. പിന്നെ മക്കളൊക്കെ ഏകദേശം ഒരു എൻഡിങ്ങിലെത്തിയപ്പോൾ നല്ല അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു ഗ്യാങ് ഫയറിൻ്റെ ഒരു ഇത് ഞങ്ങൾ അവസാനിപ്പിച്ചത്. ഐഷൊക്കെ അവൾക്കൊക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. അവളൊക്കെ ഇതുപോലൊന്നും ഇപ്പോൾ നമ്മളൊന്നും എന്തായാലും ഒറ്റയ്ക്ക് പോകില്ല. ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഞങ്ങൾ മിക്കവാറും ഇതുപോലെ പോകുന്നത് യൂട്യൂബേഴ്സിൻ്റെ എന്തെങ്കിലും പരിപാടിയും പ്രോഗ്രാമുകളും ഉണ്ടാകുമ്പോഴാട്ടോ. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മളെത്തിയത് പൂളിലോട്ടാണ് കേട്ടോ. അങ്ങനെ പൂളിലൊക്കെ എത്തി. കുട്ടികളൊക്കെ പൂളിൽ കളിക്കണം എന്നൊക്കെ പറഞ്ഞു. അവിടെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പൂൾ ഒഴിഞ്ഞാണ് കിട്ടിക്കായിരുന്നു. ഓരോരുത്തരും ഓരോ ഭാഗത്ത് കൂടെയാണ്. ഞങ്ങൾ ഫാമിലി മാത്രം കേട്ടോ ഇപ്പോൾ പൂളിലുള്ളത്. ഐഷു, ദില്ലു,
അതേപോലെ എൻ്റെ അനിയനാണ് ഇട്ടത്. അപ്പോൾ ഞങ്ങളാണ് ഇപ്പം പൂളിലുള്ളത്. എനിക്ക് ചെറിയൊരു ജലദോഷം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പൂളിൽ ഇറങ്ങില്ല കേട്ടോ. പൊതുവെ ഞാൻ പൂളിൽ ഇറങ്ങാറുണ്ട്. എന്തായാലും മക്കളെ അവിടെ ഇങ്ങനെ ഒന്ന് നോക്കി കണ്ട് അവിടെ ഇരിക്കാനുള്ള ചെയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ തന്നെ ഇരിക്കുമായിരുന്നു കേട്ടോ. മക്കൾക്കൊക്കെ എന്തായാലും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ. കാരണം ഓർക്കൊക്കെ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ എന്തായാലും നമ്മളെ ചെറുപ്പത്തിലൊന്നും നമുക്കിങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അവരെങ്കിലും നന്നായിട്ട് ആസ്വദിക്കട്ടെ അല്ലേ. അങ്ങനെ നമ്മൾ ആ പൂളിലെ തണുപ്പൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നല്ല ചൂടുള്ള നെയ്ച്ചോറും ചിക്കൻ കറിയും പിന്നെ അതുപോലെ തന്നെ അവിടെ ഇട്ടിട്ടുള്ളൊരു സ്പെഷ്യൽ അച്ചാറുണ്ട് കേട്ടോ. അതിൻ്റെ ടേസ്റ്റ് ഒന്നും ആവുന്നു പോകുന്നില്ല. ഞങ്ങളൊക്കെ പിന്നെയും ചോദിച്ചു. ഞാനും അച്ചാറിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ അടിപൊളി അച്ചാർ. എനിക്ക് പിന്നെ അച്ചാർ നോക്കാൻ അറിയുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ആ ഒരു പൂളിൻ്റെ തണുപ്പിൽ നല്ല ചൂടുള്ള ഭക്ഷണം കൂടി ആയപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. അത് ഹോംലി ഫുഡാണ്. അവിടെ തന്നെ ഒരു താത്ത അവർ ഫാമിലി ആയിട്ട് എടുക്കുക കേട്ടോ. അങ്ങനെ ഉണ്ടാക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കിടക്കാനായി നമ്മൾ റൂമിലോട്ട് വന്നപ്പോൾ ഈ റൂമിൻ്റെ ഷേപ്പ് പറയുമ്പോൾ ഒരു ഫ്രെയിം ഷേപ്പാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ മെയിൻ ഇതിൻ്റെ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബാക്കിലുള്ള ഈ ഒരു കർട്ടന നീക്കി കഴിഞ്ഞാൽ പുറത്ത് അതിൻ്റെ ബാക്കിലുള്ള നല്ല പച്ചപ്പും പിന്നെ ഒരു ലൈറ്റ്, ഒരു വാമായിട്ടുള്ളൊരു ലൈറ്റും ഒക്കെ നല്ല ഭംഗിയാണ്. എടുത്ത് പറയണം കേട്ടോ, അത്രയും ഭംഗിയാണ്. അങ്ങനെ നമ്മൾ പിന്നെ അങ്ങനെ കിടന്നു. പിന്നെ അങ്ങനെ നമ്മൾ നേരെ വെളുത്തതിൻ്റെ ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അങ്ങനെ അവിടെ എത്തി. നല്ല അടിപൊളി ചൂട് പുട്ടും ചൂട് ഇഡ്ഡലിയും ചട്നി ഉണ്ട്, പിന്നെ സാമ്പാറുണ്ട്, കടലക്കറി ഉണ്ട്. എല്ലാം കുറച്ച് ടേസ്റ്റ് നോക്കാൻ വിചാരിച്ചിട്ടോ. കാരണം നമുക്ക് എല്ലാം നോക്കണമല്ലോ. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു റിവ്യൂ പറയുമ്പോൾ എല്ലാം അറിയണ്ടേന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കഴിച്ചു നോക്കുമ്പോൾ എന്താ പറയുക, എല്ലാം ഒന്നിനൊന്ന് വെച്ചും. ഈ രാവിലത്തെ ആ തണുപ്പിൽ ചൂടുള്ള ഫുഡ് എന്ന് പറയുമ്പോൾ വാവ്, സൂപ്പർ. നല്ല സോഫ്റ്റ് പുട്ടും ചൂടുള്ള പുട്ടും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും. എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല കേട്ടോ. അതും നല്ല ഹോംലി ഫുഡാവുകൊണ്ട് അടിപൊളി തന്നെയാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ വയനാടിൻ്റെ സ്പെഷ്യൽ തേയില കൊണ്ടുള്ള നല്ല അടിപൊളി ചായയും. അമ്മോ ഒരു രക്ഷയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഇതുപോലെയൊക്കെ ക്യാരംസും കാര്യങ്ങളൊക്കെ കളിച്ച് അങ്ങനെ അടിപൊളിയാക്കിയിട്ട് എൻജോയ് ചെയ്തു. എന്തായാലും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരുപാട് ആക്ടിവിറ്റീസുകൾ അവിടെ ഉണ്ട് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് പകൽ വെളിച്ചത്തിൽ ഇവിടേക്ക് ഒന്ന് ചുറ്റി നടന്ന് കണ്ടാലോ. രാത്രിയല്ലേ നമ്മൾ എത്തിയത്, അതുകൊണ്ട് പകലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ, ഇതുപോലെ മനോഹരമായ നടപ്പാതകൾ, നീളത്തിലുള്ള നടപ്പാതകളും കാര്യങ്ങളും പിന്നെ ഈ ഫ്രെയിം ഷേപ്പിലുള്ള ഒരു റൂമാണ് കേട്ടോ ഇവിടുത്തെ പ്രത്യേകത. അപ്പം ഈ ഒരു കാടിനുള്ളിൽ ഈ ഒരു പ്രകൃതിയുടെ അകത്ത് അതിന് അനുസരിച്ചിട്ടുള്ള ഷേപ്പിലാട്ടോ ഓരോ ഹട്ടുകളാണ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. വളരെ ഭംഗിയാണ്, കാണാൻ തന്നെ ഭംഗിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഷട്ടിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ എൻജോയ് ചെയ്ത് കളിക്കാനൊക്കെ പറ്റിയ അടിപൊളിയാണ് കേട്ടോ സംഭവങ്ങളാട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ കേട്ടോ. ഈ ഒരു റൂമിൻ്റെ ഫ്രെയിം ഷേപ്പ് ഫ്രണ്ട് സൈഡാണ് ഞാൻ ആദ്യം കാണിച്ചത്. ഇത് വരുന്ന ബാക്ക് സൈഡ് ആട്ടോ. കണ്ടോ, ഓരോ ഹട്ടുകളായിട്ട് ഇതുപോലെ ഇങ്ങനെ 10 റൂമുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ അടിപൊളിയാണ്. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സിനായാലും ഫാമിലിക്കായാലും ഇനിയിപ്പോൾ ചെക്കന്മാർക്കൊക്കെ അടിച്ചു പൊളിക്കാനും ഗ്രൂപ്പ് എങ്ങനെ വേണം ചെന്നാലും നല്ല പ്രൈവസിയും കാര്യങ്ങളും കേട്ടോ. അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് പകൽ വെളിച്ചത്തിൽ ഒന്നുകൂടി നമ്മുടെ റൂം കാണാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ റൂം കേട്ടോ. അടിപൊളിയാണ്. അങ്ങോട്ട് കയറി വരുന്നത് കണ്ടില്ലേ, 2 സൈഡിലും ഇങ്ങനെ ചെടികളൊക്കെ ആയി അതിൻ്റെ ഇടയിൽ കൂടെ. പിന്നെ ഇതാണ് നമ്മുടെ മെയിൻ അട്രാക്ഷൻ. ആ ബാക്കിലെ വ്യൂ ഒക്കെ കാണാൻ അടിപൊളിയാണ്. പറയാൻ വാക്കുകളില്ല, അത്രയും മനോഹരമാണ് കേട്ടോ. കണ്ടോ, ഈ വീഡിയോസിൽ കണ്ടാൽ തന്നെ അറിയാലോ ഞാൻ പറയുന്ന ആ ഒരു ഇത്. പിന്നെ നമ്മളിപ്പം പോകുന്നത് പൂളിലോട്ടാട്ടോ. പൂളിൽ പോകുന്നിടത്ത് നോക്കും, നല്ല നീളം നടപ്പാതെ 2 സൈഡിലും ലൈറ്റൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ട്. പിന്നെ ഇരുവശത്തും ചെടികളൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് കുറേ അവിടെ ഇവിടെ അതേപോലെ തന്നെ വലിയ സിറ്റികളിലൊക്കെ പോണേക്കാൾ ഇഷ്ടം ഇതുപോലെ കാടിൻ്റെ ഒക്കെ അകത്തുള്ളതുപോലെ മനോഹരമായ റിസോർട്ടും. പിന്നെ നമ്മുടെ പൂളൊക്കെ എന്തൊരു വൃത്തിയാണ്, നല്ല തെളിഞ്ഞ നീല വെള്ളം. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത് പച്ചപ്പരവതാനി വിരിച്ച ഒരു ചെയറും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗി. പിന്നെ പ്രത്യേകം പറയേണ്ടത് ഇതിൻ്റെ ബാക്ക് സൈഡാട്ടോ. ഈ പൂളിൻ്റെ ബാക്ക് സൈഡിൻ്റെ പ്രകൃതി മനോഹരമാക്കിയതാ പറയാം. നല്ല കുരുമുളക്, ഏലം, കാപ്പി, പാഷൻ ഫ്രൂട്ട് അങ്ങനെ വിടർന്ന പച്ചപ്പ് വിരിച്ചാണ്, പച്ചപ്പരവതാനിയാണ് വിരിച്ച് കിടക്കുക എന്നറിയില്ല അതുപോലെ കേട്ടോ.
ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇരിക്കാം. അങ്ങനെ അടിപൊളിയാണ് കേട്ടോ. ഒരു എന്താ പറയുക, വാക്കുകളില്ല പറയാൻ. നല്ല ഭംഗിയായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അങ്ങനെ എനിക്ക് അവിടുന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടുന്ന് ഒരു ദിവസം ഒന്നും നിന്നാൽ പോരാൻ തന്നെ തോന്നൂല കേട്ടോ. നമുക്ക് അവിടെ തന്നെ നിൽക്കാൻ തോന്നും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു റിസോർട്ടിൻ്റെ പ്രത്യേകത. അപ്പോൾ എന്തായാലും ഞാൻ ഇവരെ കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ ഇതിൽ കൊടുക്കാം. ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക. ഈ ഒരു തണുപ്പ് കാലത്ത് നല്ല ഭംഗിയായിട്ട് രാത്രിയൊക്കെ ഉറങ്ങുമ്പോഴേ ചെറിയ മഞ്ഞ് വീഴ്ച ഞാൻ കേട്ടിട്ടുള്ളൂ, അനുഭവിച്ചറിയാണ്. നല്ല അതൊരു വല്ലാത്തൊരു അനുഭവം ഫീലായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. ഇങ്ങനെ സൗണ്ട് ഇങ്ങനെ കേൾക്കാം, മഞ്ഞ് വീഴുന്ന സൗണ്ട് ഇങ്ങനെ കേൾക്കാം. പിന്നെ നോക്കൂ, ബാക്കിൽ പാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു ഇത് ജസ്റ്റ് ഒന്ന് കാണാൻ പോയതാട്ടോ. അപ്പോൾ അവർ പറഞ്ഞു വേണമെങ്കിൽ അറുത്തോന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ഐശുവിനെ അറക്കാണ്. മൂത്തതൊക്കെ മേലെ എനിക്കങ്ങനെ കിട്ടണമൊന്നുമില്ല കേട്ടോ. എന്നാലും കുറച്ച് വലിപ്പമുള്ളത് നോക്കിയിട്ട് ഞാൻ 2-3 അറുത്തു. അത് മൂത്തുക്കണോ ഇല്ലയെന്നൊക്കെ നമുക്ക് പൊളിച്ച് നോക്കിയാലേ അറിയുള്ളൂ. എന്നാലും അറുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഏലത്തിൻ്റെ ഈ കാപ്പിയുടെയൊക്കെ തോട്ടത്തിൽ കൂടെയൊക്കെ ഒന്ന് നടന്നു കേട്ടോ. ഈ കാപ്പിയുടെ പൂവ് മണത്ത കറക്റ്റ് മുല്ലപ്പൂവിൻ്റെ അതേ സ്മെല്ലാട്ടോ. കണ്ടാലും അതുപോലെ ഉണ്ട് കേട്ടോ, നമ്മളെ കാട്ടുമുല്ലയുടെയൊക്കെ. പക്ഷെ നല്ല മണമാണ്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരൊരു സംഭവം, നല്ല ഫ്രഷ് ഏലക്കായ ഇങ്ങനെ കൊലച്ച് നിൽക്കണത് നിങ്ങൾക്ക് കാണണം. ഞാൻ എടുത്തുനിന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് കേട്ടോ, കൊലച്ച് നിൽക്കുകയാണ്. ഇനി ഇത് മൂത്ത് വരുമ്പോൾ ഇവരിത് ഉണക്കിയെടുക്കുന്നതാണ് നമ്മുടെ ഏലക്കായ, ശുദ്ധമായ ഏലക്കായ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ വയനാടിൻ്റെ പ്രത്യേക ഭംഗി. അപ്പോൾ നമ്മൾ 900 വൈബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ വന്നിട്ട് കുറച്ചൊരു ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ഇവിടുന്ന് എടുത്ത് പറയേണ്ടത് ഇവിടുത്തെ മാനേജ്മെൻറ്റ് കേട്ടോ. ഭയങ്കര സപ്പോർട്ടായിരുന്നു. നമ്മുടെ പിന്നാലെ നടന്നിട്ട് ഓരോന്ന് ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ നല്ല സപ്പോർട്ടായിരുന്നു. എന്തായാലും നമ്മൾ അവിടുന്ന് മനസ്സോടെ ഇറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോയത് ഓഫ് റോഡിൽ ട്രക്കിലായിരുന്നു. തിരിച്ചെല്ലാവരും കൂടി കമ്പനിയായിട്ട്, കാരണം അങ്ങോട്ട് പോകുമ്പോൾ ഓരോരുത്തർ അങ്ങനെയല്ലേ എത്തിയത്. ഇങ്ങോട്ട് വരുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നമുക്ക് നടക്കുന്ന, അധികം ദൂരമൊന്നുമില്ല, കുറച്ച് നടക്കാൻ തന്നെ ഉള്ളൂ. കമ്പനിയായി സംസാരിച്ചിട്ടൊക്കെ ഇറങ്ങുക കേട്ടോ. അപ്പോൾ ഐശുവിനെ എന്തായാലും നമ്മുടെ റിസോർട്ടിലെത്തിയ മുതൽ ഒരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ട്. അവൾക്ക് എന്തായാലും ആ ഒരു ദിവസം മൊത്തം ആ ഫ്രണ്ടിൻ്റെ കൂടെ ആയിരുന്നു. അജു ആർട്സ് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളെ ഗ്രൂപ്പിലുള്ള ഒരാൾ തന്നെ കേട്ടോ. അപ്പോൾ അവനെ വിട്ടുപിരിയാൻ അവൾക്ക് തോന്നുന്നില്ല. അവനൊരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് ഞാൻ വിളിക്കൂട്ടോ, ഫോണിൽ വിളിക്കൂട്ടോ, എടുക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര മനസ്സോടെ അങ്ങനെ നമ്മുടെ ഐശു യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അപ്പോൾ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയ ആണ് കേട്ടോ ഇവിടെയൊക്കെ നല്ല സ്ഥലമാണ് കേട്ടോ. പാർക്കിങ്ങും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരുടെ തന്നെ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇതിൻ്റെ ബാക്കി പാട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. താങ്ക്